നമസ്തേ, എല്ലാവർക്കും ടീച്ചറമ്മ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രാമായണ കഥകളെല്ലാം കുഞ്ഞുങ്ങളെല്ലാം കേട്ട് കാണുമല്ലോ. അത് കഴിഞ്ഞു. ഇനി അടുത്തത് ടീച്ചറമ്മ നിങ്ങൾക്ക് മഹാഭാരതത്തിലെ കഥകളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനെക്കുറിച്ച് വിശദമായി ടീച്ചറമ്മ പറയും, അല്ലേ? അതെ, നമസ്കാരം. നമ്മള് ഇന്ന് മഹാഭാരതം എന്ന് പറയുന്ന ബൃഹത്തായ കൃതിയിലെ കുറച്ച് കഥകൾ പറഞ്ഞു തരാം. നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് മഹാഭാരതം, രാമായണം എന്ന രണ്ട് ഇതിഹാസ ഗ്രന്ഥങ്ങളിലും 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും 4 വേദങ്ങളും അടങ്ങിയതാണ് എന്നാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പൊ നമുക്ക് മഹാഭാരതം എന്ന് പറയുന്നത് ബൃഹത്തായ കൃതിയാണ്. അതിൽ നിന്നും വളരെ ചെറിയ കഥകൾ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം മഹാഭാരതം നമുക്ക് ആദ്യം ഒരു 4 വരി ശ്ലോകമാണ്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം വാണിം സരസ്വതീം വ്യാസം തതോ ജയമുദീരയതേ. അതായത് അതിന്റെ അർത്ഥം സർവന്തരാമിയും നാരായണ സ്വരൂപനുമായ ശ്രീകൃഷ്ണ ഭഗവാനെയും അദ്ദേഹത്തിന്റെ ഉറ്റമിത്രവും നരോത്തമനുമായ അർജുനനെയും വാഗ്ദേവതയായ സരസ്വതീ ദേവിയെയും കഥാകാരനായ വ്യാസദേവനെയും പ്രണമിച്ചിട്ട് ജയം എന്നു പേരുള്ള മഹാഭാരതം പഠിക്കണം എന്നാണ്. എല്ലാവർക്കും ഉള്ള ഉപദേശമായിരിക്കും അല്ലേ അത് പഠിക്കുന്നത്? അങ്ങനെയാണ് ആ കൃതിയിൽ ആദ്യം നമ്മള് കേൾക്കുന്നത്. സംസ്കൃത ശ്ലോകമല്ലേ? അതെ, മഹാഭാരതത്തിലെ അതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അതായത് നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം വാണിം സരസ്വതീം വ്യാസം നതോ ജയ മുദീരയേത്. സർവന്തരാമിയും നാരായണ സ്വരൂപനുമായ ശ്രീകൃഷ്ണ ഭഗവാനെയും അദ്ദേഹത്തിന്റെ ഉറ്റമിത്രം നരോത്തമനുമായ അർജുനനെയും വാഗ്ദേവതയായ സരസ്വതിയെയും കഥാകാരനായ വ്യാസനെയും പ്രണമിച്ചിട്ട് ജയമെന്നു പേരുള്ള മഹാഭാരതം പഠിക്കണം. പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്, കാരണം കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഈ മഹാഭാരതം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമൊന്നുമല്ല, ബൃഹത്തായിട്ടുള്ള ഒന്നാണ്. ബൃഹത്ത് എന്ന് പറഞ്ഞാൽ വളരെ വലുത്. ഈ കൃതി രേഖപ്പെടുത്തിയാലേ വ്യാസഭഗവാന് സ്വസ്ഥതയുണ്ടാകൂ. ലഘുവായ ഒരു കാര്യമൊന്നും അല്ല അത്. ഗ്രന്ഥം ചെറുതല്ല. ആരെഴുതും? ആർക്കാണ് അതിന് കഴിവുള്ളത്? അഷ്ടബാഹുവായ ശങ്കര ഭഗവാനോട് അപേക്ഷിച്ചാലോ? അഷ്ടബാഹുവായ ശങ്കര ഭഗവാൻ എന്ന് പറഞ്ഞാൽ മഹാശിവനാണ്. അദ്ദേഹത്തോട് പറഞ്ഞാൽ അപേക്ഷിച്ചാലും അദ്ദേഹം ഇത്ര ധിക്കാരമോ ഇത്ര ധാർഷ്ട്യമോ വ്യാസന് എന്ന് വിചാരിച്ചാലോ? അപ്പോ ആരുണ്ട് എനിക്ക് മാർഗദർശി? അല്ലയോ പിതാമഹ, ഈ അസ്വസ്ഥത മാറാൻ വഴിയരുളണമേ എന്ന് വ്യാസഭഗവാൻ ധ്യാനിച്ചു. പിതാമഹൻ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ ധ്യാനിച്ചപ്പോ പെട്ടെന്ന് തന്നെ ഒരു തേജോപുഞ്ചം അദ്ദേഹത്തിന്റെ മുമ്പിലെത്തി. അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ ബ്രഹ്മദേവനാണ്. ഉടൻ തന്നെ വ്യാസൻ എണീറ്റ് ബ്രഹ്മദേവനെ കൈകൂപ്പി വണങ്ങി മഹർഷി ശിഷ്യന്മാർ അർഘ്യപാദ്യാദികൾ കൊണ്ട് അദ്ദേഹത്തെ സൽക്കരിച്ചു. വ്യാസൻ അദ്ദേഹത്തിന് ഇരിപ്പിടം നൽകി. അപ്പോ അദ്ദേഹം പറഞ്ഞു, മകനെ നീയും എൻ്റെ അടുത്തിരിക്കൂ എന്ന് പറഞ്ഞ് വ്യാസനെയും അടുത്ത് പിടിച്ചിരുത്തി. വ്യാസൻ പറഞ്ഞു, ഭഗവാൻ, ഞാൻ ശ്രേഷ്ഠമായ ഒരു കാവ്യം രചിച്ചിട്ടുണ്ട്. ആ കൃതിയിൽ വൈദികവും ലൗകികവും എല്ലാ വിഷയവും ഉണ്ട്. ഉപനിഷത്തുക്കള്, ഇതിഹാസം, പുരാണങ്ങള്, വാർദ്ധക്യം, മരണം, ഭയം, രോഗം, ആശ്രമധർമ്മങ്ങൾ, തപസ്യ തുടങ്ങിയ പ്രപഞ്ചത്തിലെ എല്ലാ വിഷയങ്ങളും വിസ്തൃതമായി പ്രതിപാദിക്കും. ലോകനീതിയും സർവവ്യാപിയായ പരമാത്മാവിന്റെ തത്വം വിശദീകരിക്കുന്ന ഈ ഗ്രന്ഥം പകർത്താൻ യോഗ്യതയുള്ള ഒരാളിനെ ഇതുവരെ കണ്ടുകിട്ടിയില്ല. അതുകൊണ്ട് എൻ്റെ മനോവിഷമം പറഞ്ഞറിയിക്കാൻ
കഴിയുന്നില്ല. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, മഹർഷേ, അങ്ങ് വലിയ തത്വജ്ഞാനിയാണ്. ആകയാൽ താപസന്മാരെക്കാളും മുനിസത്തമന്മാരെക്കാളും മേലെയാണ് അങ്ങയുടെ സ്ഥാനം. സത്യവും വേദാർത്ഥവും പ്രതിപാദിക്കാൻ അങ്ങ് സമർത്ഥനുമാണ്. ആ നിലയ്ക്ക് അങ്ങയുടെ കാവ്യം ലോകപ്രസിദ്ധമായി തീരും. ലോകത്താർക്ക് ഇതുപോലെ ഒരു മികച്ച ഗ്രന്ഥം രചിക്കാൻ കഴിയില്ല. അങ്ങയുടെ ഇപ്പോഴത്തെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് ഒരു കാര്യം ചെയ്യൂ, ഗണപതിയെ ധ്യാനിക്കൂ. ഇത്രയും അരുളി ചെയ്തിട്ട് സന്തോഷത്തോടു കൂടി ബ്രഹ്മദേവൻ മടങ്ങിപ്പോയി. അപ്പൊ വ്യാസ ഭഗവാൻ ഇരുന്ന് ഗണപതിയെ ധ്യാനിച്ചു. ഗണപതിയെ ധ്യാനിച്ചപ്പോഴത്തേക്ക് തന്റെ ഭക്തന്മാർക്ക് അഭീഷ്ടദായകനായ ഗണനാഥൻ, ഗണപതിക്ക് ഗണനാഥൻ എന്നും പേരുണ്ട്, വിഘ്നേശ്വരൻ എന്ന് പേരുണ്ട്. എല്ലാ വിഘ്നങ്ങളും തടസ്സങ്ങളും മാറ്റിത്തരുന്ന ആളെന്നുള്ള അർത്ഥത്തിലാണ് വിഘ്നേശ്വരൻ. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഗണപതിക്ക് തേങ്ങ അടിക്കുക, അല്ലെങ്കിൽ ഗണപതി ഭഗവാനെ വന്ദിക്കുക, അല്ലെ ഗണപതി ഭഗവാനോട് തന്റെ അഭീഷ്ടം അറിയിക്കുക, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പോ ഗണപതി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഉടനെ അദ്ദേഹത്തെ പൂജിച്ചിരുത്തി തന്റെ ആഗ്രഹം അറിയിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, മഹാഭാരതം എഴുതണം, അതാണ് ആഗ്രഹം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു വ്യവസ്ഥയുണ്ട്, എന്റെ എഴുത്താണി നിർത്താതിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും, അതനുസരിച്ച് ശ്ലോകങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം, തടസ്സം പാടില്ല. അപ്പോ വ്യാസ ഭഗവാൻ പറഞ്ഞു, ശരി, അങ്ങനെ ചെയ്യാം. അപ്പൊ എനിക്കും ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ്? ഞാൻ പറയുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം നന്നായി മനസ്സിലാക്കിയിട്ട് വേണം അങ്ങ് എഴുതാൻ. അങ്ങനെ അവര് പരസ്പരം അതിന് സമ്മതിച്ചു. അങ്ങനെ വ്യാസ ഭഗവാൻ ആദ്യം തുടങ്ങി വളരെ കഠിനമായ ചില ശ്ലോകങ്ങൾ അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. അപ്പോ ഗണപതി അതിന്റെ അർത്ഥം ഗ്രഹിച്ചെടുക്കാൻ ശകല ആലോചിച്ചു. ആ സമയം കൊണ്ട് വ്യാസ ഭഗവാൻ തുടരെ ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുത്തു. അർത്ഥം മനസ്സിലാക്കണം, അത്രയും സമയം കൂടെ കിട്ടി. ഈ മഹാഭാരതം എന്ന് പറയുന്നത് ധർമാർത്ഥ കാമമോക്ഷങ്ങള് എന്ന പുരുഷാർത്ഥങ്ങളെ സംക്ഷേപിച്ചും വിസ്തരിച്ചും വർണ്ണിച്ച് ലോകത്തെ അജ്ഞാന അന്ധകാരത്തില് നശിപ്പിക്കുന്നു. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവുകേട്, അന്ധകാരം ഇരുട്ടാകുന്ന അറിവുകേടിനെ നശിപ്പിക്കുകയാണ്. 1000 കഴിഞ്ഞിട്ടും ഈ ഇതിഹാസ ഗ്രന്ഥത്തിലെ കഥാസന്ദർഭങ്ങൾ കവികൾക്ക് ആശ്രയവും പ്രചോദനവുമാകുന്നു. ഇന്നും അതിന്റെ പല ഭാഗങ്ങളും വെച്ചിട്ട് പല കവികളും മഹാന്മാരും പല കഥകളും എഴുതുന്നുണ്ട്, അല്ലെ? ഉപകഥകളും കഥകളും ഒക്കെ എഴുതുന്നുണ്ട്. ഈ മഹാഭാരതം വ്യാസഭഗവാൻ രചിച്ച രൂപത്തിലോ ഗണപതി ഭഗവാൻ പകർത്തി എഴുതിയ രൂപത്തിലോ നമുക്ക് കിട്ടിയിട്ടില്ല, കരഗതമായിട്ടില്ല. ഈ കഥകൾ കേട്ടറിഞ്ഞ പ്രജ്ഞാശാലികൾ പലതവണ വിഭിന്ന സന്ദർഭങ്ങളിൽ വീണ്ടും പറഞ്ഞു. മനസ്സിലായില്ലേ ആ കഥകള്? അപ്പോ അതിൽ അർജുനപുത്രനായ അഭിമന്യുവിനെ കേട്ടിട്ടില്ലേ? അർജുനപുത്രനായ അഭിമന്യുവിന്റെ പുത്രനെ കേട്ടിട്ടുണ്ടോ? പരീക്ഷത്തിന്റെ പുത്രനായ ജനമേജയൻ നടത്തിയ യജ്ഞത്തിന് സന്നിഹിതനായ വൈശമ്പായനൻ പറഞ്ഞ കഥകൾ കേട്ട് ഉഗ്രസ്രവസ് എന്ന് പറയുന്ന മഹർഷി നൈമിഷാരണ്യത്തിൽ മുനിമാരോടാണ് കഥകൾ വിസ്തരിക്കുന്നത്. മുനിമാരോട് കഥകൾ പറയുന്നത് ആദ്യം സർപ്പങ്ങളുടെ ഉൽപ്പത്തിയെ കുറിച്ചാണ്. അപ്പൊ ഈ സത്യയുഗത്തിൽ ദക്ഷ പ്രജാപതിയുടെ 2 പുത്രിമാരുണ്ടായിരുന്നു. ഈ 2 പുത്രിമാരിൽ പേര് കദ്രുവും വിനതയും. നല്ല പേരല്ലേ? കദ്രുവിനും വിനതയ്ക്കും കശ്യപ മഹർഷി അവരെ വിവാഹം കഴിച്ചു. രണ്ടുപേരും സഹോദരിമാര്. ഒരിക്കൽ കശ്യപ മഹർഷി അവരോട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടമുള്ള വരം ആവശ്യപ്പെട്ടുകൊള്ളാൻ പറഞ്ഞു. ഉടനെ തന്നെ കദ്രു പറഞ്ഞു, എനിക്ക് ഉഗ്രപ്രതാപികളായ 1000 നാഗപുത്രന്മാർ ജനിക്കണം. അനുജത്തെയും ജ്യേഷ്ഠത്തെയാണെങ്കിലും ചെറിയ തരത്തിലുള്ള കുശുമ്പും അസൂയൊക്കെ ഉണ്ട്. ഇത് കേട്ട്
വിനത പറഞ്ഞു, എനിക്ക് കദ്രുവിന്റെ മക്കളെക്കാൾ തേജസ്സുകളും ബലവാന്മാരുമായ 2 പുത്രന്മാരുണ്ടാകണം. മറ്റേത് 100 മറ്റേത് 1000. ആ ഉഗ്ര പ്രതാപികളായ 1000 നാഗസർപ്പങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോ വിനത പറഞ്ഞത്, കദ്രുവിന്റെ മക്കളെക്കാൾ 10 മടങ്ങ് ബലവാന്മാരും സമർത്ഥന്മാരുമായിട്ടുള്ള 2 പുത്രന്മാർ എനിക്കുണ്ടാകണം. ശരി, അങ്ങനെ ആവട്ടെ എന്ന മഹർഷി അവരെ അനുഗ്രഹിച്ചു. കദ്രു 1000 മുട്ടകളിട്ടു, വിനത 2 മുട്ടകളിട്ടു. ഇപ്പൊ ഇവരുടെ ദാസിമാരെല്ലാരും ഇളം ചൂടുവെള്ളത്തിൽ ഈ മുട്ടകളെയൊക്കെ പരിപാലിച്ചു പോന്നു. 500 സംവത്സരം കഴിഞ്ഞപ്പോ കദ്രുവിന്റെ മുട്ടകൾ വിരിഞ്ഞ് 1000 നാഗങ്ങൾ പുറത്തു വന്നു. 500 വത്സരം കഴിഞ്ഞപ്പോൾ, വർഷങ്ങള് കഴിഞ്ഞപ്പോ വിനതയുടെ 2 മുട്ടകളും വിരിഞ്ഞില്ല. അക്ഷമയോടെ വിനത എന്ത് ചെയ്തു? ഇത്രയും ദിവസമായിട്ട് എന്റെ മുട്ട, ഒരു മുട്ട എടുത്ത് പൊട്ടിച്ചു. ആ ഒരു മുട്ട എടുത്ത് പൊട്ടിച്ചപ്പോ പകുതി ശരീരം മാത്രമുള്ള ഒരു കുഞ്ഞ് അതിനകത്ത്. അപ്പൊ ആ കുഞ്ഞ് ക്രുദ്ധനായി, കോപിഷ്ഠനായി. ശരീരത്തിന്റെ താഴെ ഭാഗത്തോട്ട് ഉണ്ടായിട്ടില്ല, ശരീരം ഉണ്ടായിട്ടില്ല. അപ്പൊ പൂർണ്ണ വളർച്ച എത്താത്ത എന്നെ എന്തിനാണ് പൊട്ടിച്ച് ജനിപ്പിച്ചത്? അത്രയും ക്ഷമയില്ലാത്തവളായി പോയി വിനത, അല്ലേ? അങ്ങനെ ക്ഷമയില്ലാതെ സപത്നിയോടുള്ള അസൂയ കൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അമ്മ ഈ സപത്നിക്ക് 500 വർഷം ദാസിയായി തീരും എന്ന് ശപിച്ചു. ഈ കുഞ്ഞ് ശപിച്ചു. ഇനിയുള്ള മുട്ടയെ പൊട്ടിക്കാതെ ഇരുന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന 2ാമത്തെ മകനിൽ ശക്തനും പരാക്രമശാലിയുമായ ആ മകൻ അമ്മയുടെ ദാസ്യം ഒഴിപ്പിക്കും. പക്ഷെ അതിന് ഇനി ഒരു 500 വർഷം കാത്തിരിക്കണം. അതെന്തിനാ? ആ മുട്ട വിരിഞ്ഞു വരാൻ. ഇത് അകാലത്തിൽ പൊട്ടിച്ചില്ലേ? പൊട്ടിച്ച് അരൂപിയായ കുഞ്ഞല്ലേ വന്നത്. അപ്പൊ ആ അരൂപിയായ കുഞ്ഞാണ് ശപിച്ചത്. അടുത്ത മുട്ട പൊട്ടിക്കാതെ ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ ഉഗ്രപ്രതാപശാലിയായ ഒരു 2ാമത്തെ മകൻ ജനിക്കും. അവൻ അമ്മയുടെ ദാസ്യം ഒഴിപ്പിക്കും എന്ന് പറഞ്ഞു. എപ്പോഴും ശാപം കൊടുത്താൽ അതിന് ഒരു ഇത് കൃത്യം ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഈ ശാപം ഒഴിഞ്ഞു പോകാനുള്ള ഒരു ഇതും കൂടെ പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഈ കുട്ടി അന്തർധാനം ചെയ്തു. കാലം കഴിഞ്ഞപ്പോ ഇപ്പൊ വിനത പിന്നെ കാത്തിരുന്നു. കാലം കഴിഞ്ഞപ്പോ വിനതയുടെ 2ാമത്തെ മുട്ട വിരിഞ്ഞു. ആ മുട്ടയിൽ നിന്ന് മഹാ തേജസ്വിയായ ഗരുഡൻ പുറത്തു വന്നു. മിന്നൽ പോലെ തിളക്കമാർന്ന കണ്ണുകൾ, അഗ്നി പോലെ ഉജ്ജ്വലമായ ഉടൽ. മുട്ടയിൽ നിന്ന് പുറത്തു വന്ന ഗരുഡൻ ആകാശത്തിലേക്ക് പറന്നുപോയി. അത് കണ്ട് സംഭ്രാന്തി പൂണ്ട ദേവന്മാർ അഗ്നിദേവനോട് ചോദിച്ചു, ഞങ്ങളെ നശിപ്പിക്കാൻ പോവുകയാണോ? ദേവന്മാർക്ക് എപ്പോഴും ഭയമാണ്. ആരെങ്കിലും അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ നശിപ്പിക്കാനാണ്, ഞങ്ങളെ ഓട്ടിക്കാനാണ് ഇവിടുന്ന് എന്നുള്ള ഭയമാണ് അവർക്ക്. അവരുടെ അനുഭവം അതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അഗ്നിഭഗവാൻ പറഞ്ഞു, ഞാനല്ല ഇത് ഗരുഡനാണ്, വിനതയുടെ പുത്രനായ ഗരുഡനാണ്. അവൻ നിങ്ങളെ നശിപ്പിക്കാനൊന്നും അല്ല, നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് അവൻ എത്തിയിരിക്കുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗരുഡനെ അടുത്ത് പോയി കാണാം എന്ന് പറഞ്ഞ് ഇവര് ഗരുഡന്റെ അടുത്ത് ചെന്നു. അവൻ നാഗങ്ങൾക്ക് ശത്രുവാണ്, അസുരന്മാർക്ക് ശത്രുവാണ്, ദേവന്മാർക്ക് ഹിതകാരിയാണ്. അപ്പൊ എന്നാ അവനെ സ്തുതിക്കാം നമുക്ക് എന്ന് പറഞ്ഞ് ഇവര് ഗരുഡന്റെ അടുത്ത് പോയി ഗരുഡനെ സ്തുതിച്ചു. അപ്പൊ ഗരുഡനെ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, എന്റെ ഈ രൂപം കണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ് സാധാരണഗതിയിലുള്ള ഒരു രൂപമായി ഗരുഡൻ മാറി. ഇനി ഗരുഡൻ എങ്ങനെയാണ് അമ്മയുടെ ദാസ്യം ഒഴിപ്പിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ഇതിന്റെ ഇടയ്ക്ക് കാര്യം പറയും. കുഞ്ഞുമക്കളൊന്നും അല്ല, എല്ലാവർക്കും കേൾക്കാവുന്ന കഥയാണ്. കുഞ്ഞുമക്കള് മാത്രമല്ല വലിയവർക്കും കേൾക്കാവുന്ന കഥയാണ്. ടീച്ചറിന്റെ അറിവിൽ നിന്ന്
ഉള്ള കഥയാണ് പറയുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.